ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം നിഷിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതാ ദിവസം തുടങ്ങുന്നത് തന്നെ നല്ല അസല് മഴയായിട്ടാണ് കേട്ടോ. അടിപൊളി മഴയായിരുന്നു. അപ്പോൾ ഈ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ മഴ പെയ്യുന്നത് കാണുമ്പോൾ നല്ലൊരു രസമുള്ളൊരു ദിവസമാണല്ലേ, നല്ല സന്തോഷമായിരിക്കും നമുക്ക്. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മിക്ക ആളുകൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ചിലവരിങ്ങനെ എന്താ അങ്ങനെ ഇത്ര മഴ എന്നൊക്കെ തോന്നാറുണ്ട് ചിലവർക്ക്, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മൾ ഇപ്പോൾ കുറച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ആ ഒരു ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ന്യൂഡിൽസ് ഉണ്ടാക്കാൻ സായു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സായിന് ന്യൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും അതെ കേട്ടോ, എനിക്ക് ന്യൂഡിൽസ് ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും കുട്ടികൾ പറഞ്ഞുകൊണ്ട് ഇന്ന് ന്യൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വേഗം ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ശിശുവിഹാറുണ്ട്, നമ്മുടെ ഹെൽത്ത് സെൻ്ററാണ്, നമ്മുടെ കയറമ്പാറ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. അപ്പോൾ ഷാനും സായുവിനും പനിക്കുന്നുണ്ട്. പിന്നെ ഷാനിന് പനീനേക്കാൾ കൂടുതൽ ഇങ്ങനെ കണ്ണിൽ ഇരുട്ട് കയറുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കുറേ ആയിട്ട് ക്ലാസ്സിന് പോകാനേ പറ്റുന്നില്ല അവനിക്ക്. അപ്പോൾ പിന്നെ എന്തായാലും ഇന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ പോയി അപ്പം ഡോക്ടറെ കണ്ടു കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞാൽ അവനിക്ക് BP ലോ ആയിരുന്നു, നല്ല ലോ ആണ് BP. ഈ ഒരു ഏജിൽ വരുന്നതിനേക്കാൾ BP ലോ ആവുന്നുണ്ടെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് അവനിക്കിങ്ങനെ എണീക്കുമ്പോൾ കണ്ണിലിരുട്ട് കയറുക, പിന്നെ ഇങ്ങനെ എപ്പോഴും ക്ഷീണം, കിടക്കണം തോന്നുക, അങ്ങനെയൊക്കെ ഉള്ള പ്രോബ്ലംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സായുവിന് നോർമൽ, ഇപ്പോൾ എല്ലായിടത്തും ഫീവർ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ളൊരു നോർമൽ ഫീവറാണെന്ന് പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും മെഡിസിനൊക്കെ കിട്ടി ഡോക്ടറെ കണ്ടപ്പം. അപ്പം കുഴപ്പമൊന്നുമില്ലാണ്ട് ഞങ്ങൾ എന്നിട്ട് ഡോക്ടറെ കണ്ടതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. ഇപ്പം ചില സമയത്ത് സായുവാണ് ഞങ്ങളുടെ ക്യാമറാമാൻ കേട്ടോ. ഇപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ സായു പറയും, ഞാൻ വീഡിയോ എടുത്ത് തരാം അമ്മ എന്ന് പറയും എൻ്റെ അടുത്ത്. ശരിക്കും ആ കാണിക്കുന്ന വീഡിയോയിൽ പകുതി അവനായിരിക്കും, അവനെങ്ങനെ കാണിക്കും, അവനിങ്ങനെ ഹായ് പറയുന്നതും പിന്നെ അവൻ്റെ സംസാരമൊക്കെ ആയിരിക്കും. രസമായിരിക്കും. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആൾ തന്നെയായിരിക്കും ഫുൾ വീഡിയോയിൽ. അത് ആ ഫേസിന് തൊട്ടടുത്ത് വെച്ചിട്ടാവുന്നതുകൊണ്ട് നമുക്കത് ഇടാനും പറ്റില്ല. എന്നാലും രസമല്ലേ, അവനിക്ക് ഇഷ്ടമാണ് അങ്ങനെ വീഡിയോസ് എടുക്കാനൊക്കെ, നല്ല രസമായിട്ട് എടുത്ത് തരുന്നുണ്ട്. അപ്പം ചില ഭാഗങ്ങളൊക്കെ അവനെടുത്ത വീഡിയോസും കൂടി ഇതിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഡോക്ടർ പറഞ്ഞ മുഴുവൻ മരുന്നും അവിടെ നിന്ന് കിട്ടാത്തത് കൊണ്ട് കുറച്ച് മെഡിസിൻ പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നു കേട്ടോ. അപ്പോൾ പാലപ്പുറത്ത് പോയിട്ട് അതൊക്കെ വാങ്ങി തിരിച്ച് ഞങ്ങളങ്ങനെ ഫ്ലാറ്റിൽ പോയി. ഇന്ന് പോവാന്നൊക്കെ വിചാരിച്ച വയ്യ കുഞ്ഞുവിന്. ഇവിടുത്തെ പെയിന് മാറിയില്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പൊ ഇനിയും പെയിന് വരുവേ. ഇനി പെയിന് വന്നാൽ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാം. മമ്മയുടെ തൊണ്ടയ്ക്കും കിച്ച് കിച്ചുണ്ട്. ഇദ്ദേഹതാ രാത്രി എമർജൻസി ഹോസ്പിറ്റലൊക്കെ പോയി ശ്വാസം മുട്ടിയിട്ട് അപ്പോൾ ആദ്യം ആസ്മൻ്റെ പ്രോബ്ലം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി അവനിക്കൊന്ന് രാത്രിയിൽ നല്ലോണം വയ്യാതായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സായനും പനിയാണ്. അപ്പോൾ 3 പേരും ഇപ്പോൾ സ്കൂളിൽ പോകുന്നില്ല, ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുന്നുണ്ട്. BP ലോ, ഭയങ്കര BP ലോ ആണ്, അതറിഞ്ഞില്ല? അവന് ഡോക്ടറിനെ കാണിച്ചാൽ BP ലോ നല്ല കുറവ്, അവൻ്റെ ഏജിൽ വരാൻ പാടില്ലാത്തതിനേക്കാൾ കുറവ്. എനിക്ക് അതിൻ്റെ അഹങ്കാരം ഒന്നുമില്ല, നോക്കട്ടെ. പക്ഷെ അതല്ലടാ മമ്മ വിചാരിച്ച അവന് അതല്ലടാ ഇവന് ഞാനതിൽ ഖേദിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇവന്
എൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ടിൻ്റെ ഉടമസ്ഥരാണ് ആ കൂട്ടിക്കിടക്കുന്ന 4 പേര് കേട്ടോ. 4 ലവ് ബേർഡ്സ് ഉണ്ട് ഇവിടെ. ഇവരാണ് ഇങ്ങനെ ഫുൾ ടൈം കലപില പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല രസമാട്ടോ അത് കേൾക്കാൻ. രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്തൊക്കെ ഈ കിളികളുടെ ഈ ഒരു സൗണ്ട് കേട്ട് നിൽക്കുമ്പോൾ നല്ലൊരു രസമാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഒരു 8 മണിയാകുമ്പോഴത്തേക്കും അവർ ഉറങ്ങും കേട്ടോ. പിന്നെ ഒരു ശബ്ദം ഉണ്ടാവില്ല. പിന്നെ രാവിലെ ഒരു 5:30-6 മണിയാകുമ്പോഴത്തേനും അവർ എണീറ്റ് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങും. നല്ല രസമാണ്. ഇപ്പം ഇവർ 4 മുട്ടയിട്ടു. പക്ഷേ അവർ തന്നെ അത് കൂട്ടുന്ന പുറത്തിട്ട് പൊട്ടിക്കുകയും ചെയ്തു. അങ്ങനെ എന്തായാലും അത് അങ്ങനെ ആവട്ടെ. ഇതിപ്പം ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് മറ്റേ മാന്തൾ പൊരിക്കുകയാണ്. അപ്പം നല്ല പച്ചമാന്തൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. വലിപ്പം കുറവാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പച്ചമാന്തൾ പൊരിക്കും ചെയ്യാണ്. പിന്നെ മുരിങ്ങയും പരിപ്പും കറിയും വെക്കാമെന്ന് വിചാരിച്ചു. നല്ല കോമ്പിനേഷനല്ലേ, മുരിങ്ങയും പരിപ്പും കറിയും പച്ചമാന്തൾ പൊരിച്ചതും. അപ്പോൾ അതാണ് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിലും പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേഗം തീർത്തിട്ട് വേണം എനിക്ക് പോകാൻ. അപ്പോൾ വേഗം അതിനുള്ള മസാല ഒക്കെ തേച്ച് വെച്ചു. പിന്നെ കറി ഉണ്ടാക്കി, ചോറ് വെച്ചു. അങ്ങനെ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ചെയ്തു. എന്നിട്ടാണ് ഞാൻ മുനിസിപ്പാലിറ്റി പോയത്. അപ്പോൾ ഈ മുരിങ്ങക്കറി എങ്ങനെയാണ് തേങ്ങ അരച്ച് വെക്കുന്നതെന്ന് കൂടി ഒന്ന് എളുപ്പത്തിൽ പറഞ്ഞിട്ട് പോട്ടെ. ഫസ്റ്റ് നമ്മുടെ പരിപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് കുക്കറിലൊന്ന് നന്നായി വേവിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് അതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് എയർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് കേട്ടോ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ നല്ല അടിപൊളി മുരിങ്ങ അതിൽ ചേർത്ത് മുരിങ്ങ ഒന്ന് നന്നായി വെന്തതിന് ശേഷം തേങ്ങയും ഉള്ളിയും കൂടിയിട്ട്, ചെറിയ ഉള്ളിയാണ് ഇട്ട് അരക്കേണ്ടത്, പക്ഷെ ഞാൻ കുറച്ച് വലിയ ഉള്ളി അരക്കാറ്. അപ്പം അത് അരച്ചത് അതും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ ഉള്ളിയിലൊന്ന് എണ്ണ വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയും പരിപ്പും തേങ്ങ അരച്ച കറി റെഡിയാവും. കറി അവിടെ റെഡി ആകുമ്പോഴത്തേനും ഇത് നമ്മുടെ ഇവിടെ മീനൊക്കെ പൊരിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ളി വറുക്കലാണ് കേട്ടോ. പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി മാത്രം അരിഞ്ഞിട്ടിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ കറി തൂമിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ കറി, മീൻ പൊരിച്ചതും ചോറും ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ വേഗം ഒന്ന് ക്ലീൻ ചെയ്യണം, നമ്മൾ തുടക്കണം. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടക്കാനുള്ളൊരു ഇതും കൂടിയുണ്ട്. തുടച്ച് പിന്നെ ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഞാൻ തലേ ദിവസത്തെ ചോറ് കുറേ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ. പുതിയ ചോറ് വെച്ചിട്ടില്ല. അപ്പോൾ ചോറായി, മീൻ പൊരിച്ചതായി, മുരിങ്ങക്കറിയായി. അപ്പം ഇനി വേഗം പോയിട്ട് ഞാൻ തുടക്കാൻ നോക്കട്ടെ. അപ്പോൾ ഈ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യം ഇങ്ങനെ സ്കൂളിലത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എക്സാം ഹാളിലത്തെ കാര്യങ്ങളും എക്സാമിന് കുട്ടികൾ ബിറ്റ് വെച്ച തമാശകളും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സംസാരത്തിൻ്റെ ഇടയിൽ കൂടെ ക്ലീനിങ്ങും കൂടി കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ പെട്ടെന്ന് തീർത്ത് ഫ്രഷായിട്ട് ഞാൻ പിന്നെ മുനിസിപ്പാലിറ്റി പോയി. ശരി ആമാ നോക്ക്, മുനിസിപ്പാലിറ്റിയിൽ എത്തിയപ്പോഴും നല്ല മഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മുനിസിപ്പാലിറ്റി പോകുന്ന വഴിക്ക് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങളുടെ ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞാൻ അങ്ങനെ ഫ്ലാറ്റിൽ പോയി. ആ പോകുന്ന വഴിക്കുള്ള ബ്ലോക്കാണിത്. ഒറ്റപ്പാലത്ത് സ്ഥിരമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ബ്ലോക്ക്. എപ്പോഴും ബ്ലോക്കാണ്. ഒരുപാട് സമയം നമ്മൾ 2 വീലറിലായതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ പോകാൻ പറ്റും. പക്ഷേ 4 വീലറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ വണ്ടിയിലൊക്കെ വരുന്നെങ്കിൽ നമുക്ക് അനങ്ങാൻ പറ്റില്ല, ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കേണ്ടി വരും. ഇതിങ്ങനെ ഇപ്പോൾ ഇതാ ചെറുതായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് നേരം നിന്നിട്ടാണ് ഇങ്ങനെ ഒന്ന് പോയി തുടങ്ങിയത്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈസ്റ്റ് ഒറ്റപ്പാലത്തു നിന്നാണ്. ഒറ്റപ്പാലം മുതൽ ഈസ്റ്റ് ഒറ്റപ്പാലം ചെനങ്ങാട് റോഡിൻ്റെ അപ്പുറം വരെ ഈ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് നിന്ന് എടുക്കുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ലൈൻ ഫുള്ള് വണ്ടികൾ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏത് കാലത്താണ് ആ ഒറ്റപ്പാലത്തെ ബ്ലോക്ക് മാറാൻ പോകുന്നത്?
എന്തായാലും ഞാൻ അങ്ങനെ ഫ്ലാറ്റിലെത്തി. അങ്ങനെ എത്തി ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് ഞാൻ ബിഗ് ബോസ് ഇരുന്ന് കാണായിരുന്നു കേട്ടോ. ആ സമയത്താണ് ഷാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ വരുന്നത്. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അവൻ എന്തോ പഠിച്ചിട്ടുണ്ട്, അത് പ്രാക്ടീസ് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. Are you mad? Sit in the chair. Pose. ഞാനിങ്ങനെ ഇങ്ങനെ പിടിക്കുന്നത് കൈ ഇങ്ങനെ പൊടിക്കും. ഷാൻ എന്തോ എന്നെ വേദനിപ്പിച്ചെന്ന് കരുതിയിട്ട് സായിൻ്റെ നിന്ന് ഷാനിന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഷാൻ അവനെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി അപ്പുറത്തിട്ടു. ഷാനും സായും തമ്മിൽ എന്തുമാത്രം മാറ്റാണില്ലേ. പക്ഷെ അവന് തോന്നുന്നത് അവൻ്റെ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ നമുക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി കുറച്ച് മസിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് നല്ല കഠിന പ്രയത്നത്തിലാണ് സായു. അപ്പോൾ എന്തായാലും കുറച്ച് സമയം കുട്ടികളുടെ കൂടെ നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ എന്താ പറയുക, വേറെ പ്രത്യേകിച്ച് അന്ന് വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വേറെ പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും